ദേശീയപാതയിലെ സ്ഥിരം അപകട മേഖലകളിൽ പരിശോധന നടത്തി നാറ്റ്പാക് സംഘം. നന്ദിക്കര, നെല്ലായി എന്നിവിടങ്ങളിലാണ് ഉദ്യോഗസ്ഥ സംഘം പരിശോധന നടത്തിയത്. തിരുവനന്തപുരത്തു നിന്നുള്ള നാറ്റ്പാക്, പൊതുമരാമത്ത്, മോട്ടോർ വാഹന വകുപ്പ്, പോലീസ് എന്നിവരുൾപ്പെട്ട സംഘമാണ് പരിശോധന നടത്തിയത്. ദേശീയപാതയിൽ പലയിടത്തും പ്രശ്നങ്ങൾ ഉണ്ടെന്ന് നാറ്റ്പാക് സംഘം പറഞ്ഞു. ഈ ഒരു മേഖലയെ പറ്റി പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഒരു സീബ്ര ക്രോസിംഗ് കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും അതിന് ഒരുപാട് അവ്യക്തതകളുണ്ട്. യാത്രക്കാരുടെ സൈഡിൽ നിന്നാണെങ്കിൽ പോലും അവരെ ക്രോസ് ചെയ്യുന്നതും അവർക്ക് തോന്നുന്ന പോലെയൊക്കെ ക്രോസ് ചെയ്യുന്ന പ്രവണതയുണ്ട്. സീബ്ര ക്രോസിംഗ് കൊടുത്തിരുന്ന സ്ഥലങ്ങളിൽ പോലും അതിൻ്റെതായ സുരക്ഷാ മുൻകരുതലുകളും കുറവാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള സുരക്ഷാ കാര്യങ്ങൾ NHA ചെയ്യാമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. നന്ദിക്കരയിൽ പിക്കപ്പ് വാനിടിച്ച് +2 വിദ്യാർത്ഥിനി മരിച്ച സംഭവ സ്ഥലത്തും നെല്ലായിലെ സർവീസ് റോഡിലെ അപകട സ്പോട്ടുകളെക്കുറിച്ചും സംഘം പരിശോധന നടത്തി. ദേശീയപാതയിൽ കാൽനടയാത്രക്കാർക്ക് മതിയായ സൗകര്യക്കുറവുള്ളതായും ചിലയിടത്ത് സർവീസ് റോഡിൽ നിന്നും ദേശീയപാതയിലേക്ക് കടക്കുന്നിടത്ത് അശാസ്ത്രീയ സംവിധാനമാണ് ഉള്ളതെന്നുമാണ് നാറ്റ്പാക് സംഘത്തിൻ്റെ പ്രാഥമിക വിലയിരുത്തൽ. ദേശീയപാതയിൽ സീബ്ര ക്രോസിൽ യാത്രക്കാർക്ക് അവ്യക്തതയുണ്ട്. ചിലയിടങ്ങളിൽ ഇവ മാഞ്ഞു പോയിട്ടുണ്ടെന്നും കണ്ടെത്തിയിട്ടുണ്ട്. ദേശീയപാതയിൽ യാത്രക്കാർക്ക് മതിയായ സുരക്ഷാ നടപടികൾ ഒരുക്കുമെന്ന് ദേശീയപാത അതോറിറ്റി അറിയിച്ചിട്ടുണ്ട്. നാറ്റ്പാക് ജൂനിയർ ഗവേഷകൻ N. വാസുദേവൻ, RTO എൻഫോഴ്സ്മെന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ PV ബിജു, DYSP ഉല്ലാസ് കുമാർ തുടങ്ങിയവർ സംഘത്തിലുണ്ടായിരുന്നു.